എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് കുമാർ. നമ്മൾ സ്പോക്കൺ ഹിന്ദിയുടെ ഭാഗമായി 2 ദിവസം എടുത്ത ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ സാമാന്യ വർത്തമാനകാലം, താത്കാലിക വർത്തമാനകാലം, സന്ദിഗ്ധ വർത്തമാനകാലം എന്നിങ്ങനെയുള്ള 3 വിഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി നമ്മൾ ഭൂതകാല ക്രിയയിലേക്കാണ് പോകുന്നത്. ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സംഭവങ്ങൾ പറയുന്നതാണ്. കഴിഞ്ഞകാല സംഭവങ്ങൾ വിവരിക്കുന്നതിനെയാണ് ഭൂതകാലം എന്ന് വ്യാകരണത്തിൽ പറയുന്നത്. അപ്പോൾ ഭൂതകാലം എന്ന് പറയുമ്പോൾ നമ്മൾ വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് നമ്മൾ കഴിഞ്ഞുപോയ സംഭവങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വന്നു. അത് പല രീതിയിൽ നമ്മൾ പറയും. ഭൂതകാലം അത് വന്നു എന്ന് പറയാം, വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടാകും, വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വരാറുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ഭൂതകാലത്തിലെ വാചകങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ പറയും. അല്ലാതെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം മാത്രമല്ല. നമ്മൾ പണ്ട് കഴിഞ്ഞ നേരത്തെ ആയിരുന്നാലും ശരി, ഇന്നലെ ആയാലും ശരി, 100 കൊല്ലം മുമ്പുള്ള കാര്യമായാലും ശരി, അതിനൊക്കെ നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നു. അതായത് കഴിഞ്ഞകാല സംഭവങ്ങളെപ്പറ്റി പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ക്രിയാപദം തന്നെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതാണ് പറയുന്നത്. വന്നു, വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടാകും, വരാറുണ്ടായിരുന്നു, വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ദിവസേന വരാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിലേക്കാണ് ഞാൻ ആദ്യമായി കിടക്കുന്നത്. അപ്പോൾ വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് മേ ആത്താ ഹൂँ, മേ ആ രഹാ ഹൂँ, മേ ആത്താ ഹൂങ്ക എന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ക്രിയ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാനുള്ള വിഷമമുള്ളതുകൊണ്ട് ഒരു ക്രിയ തന്നെ പല രീതിയിലും പറഞ്ഞു തരാം. അപ്പോൾ ആത്താഹു എന്ന് പറഞ്ഞു, ആരഹാഹു എന്ന് പറഞ്ഞു, ആത്താഹൂങ്ക അതിൻ്റെ തുടർച്ചയായിട്ടാണ് മേ ആയ എന്നാണ് പറയാം. ഞാൻ വന്നു, മേ ആയ എന്നാണ് പറയാം. അത് സ്ത്രീലിംഗമാണെങ്കിൽ മേ ആയി, ഞാൻ വന്നു. മേ ആയ, ഞാൻ വന്നു. മേ ആയി. ഹം, ഹം ആയേ, ഞങ്ങൾ വന്നു. ഹം ആയേ, അത് സ്ത്രീലിംഗമാണെങ്കിൽ ഹം ആയി, ഞങ്ങൾ വന്നു. തൂ ആണെങ്കിൽ തൂ ആയ, ഓ നീ വന്നു. തൂ ആയി, ആ പെൺകുട്ടിയോട് പറയുകയാണെങ്കിൽ തൂ ആയി. അതുപോലെ തന്നെ തും ആയേ, നിങ്ങൾ വന്നു. തും ആയി. ആപ് ആയേ, ഓ താങ്കൾ വന്നു. ആപ് ആയേ, ആപ് ആയി. വഹ് ആയ, വഹ് ആയി, അവൻ വന്നു, അവൾ വന്നു. വേ ആയേ, അവർ വന്നു, അല്ല അദ്ദേഹം വന്നു. വേ ആയേ, വേ ആയി സ്ത്രീലിംഗത്തിൽ. യഹ്, അതാണ് യ. യ ആയ, യ ആയ, യ ആയി. അതുപോലെ യേ ആയേ, യേ ആയി. അപ്പോൾ അവിടെ വന്നു എന്നുള്ള അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. ഞാൻ വന്നു, ഞങ്ങൾ വന്നു, നീ വന്നു, നിങ്ങൾ വന്നു, താങ്കൾ വന്നു. അതുപോലെ തന്നെ അവൻ വന്നു, അവൾ വന്നു, അവർ വന്നു, അല്ലെ അദ്ദേഹം വന്നു. അത് പുല്ലിംഗത്തിൽ സ്ത്രീലിംഗത്തിൽ പറയുന്നു. പിന്നെ യ ആയ, ഇവൻ വന്നു, ഇവൾ വന്നു. അതിൻ്റെ ബഹുവചനത്തിൽ പറയുമ്പോൾ യേ ആയേ ആയി. ഇവർ വന്നു, അല്ലെ ഇദ്ദേഹം വന്നു. അപ്പോൾ അത് ഒറ്റ പദം മാത്രമേ ഉള്ളൂ, വന്നു എന്നുള്ളതാണ് ഭൂതകാലത്തിൽ ആദ്യമായിട്ടുള്ള വരുന്ന ഭാഗം. പഠനത്തിനനുസരിച്ച് ക്രമീകരിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ അതാദ്യം ഇതാദ്യം അങ്ങനെയൊന്നുമില്ല. പഠനത്തിൻ്റെ എളുപ്പത്തിനനുസരിച്ച് ക്രമപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ചാണ് ഇങ്ങനെ തിരിച്ച് പറയുന്നത്. അത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് മേ ആയാ ഹൂँ എന്ന് പറയാം. മേ ആയാ ഹൂँ, ഞാൻ വന്നിട്ടുണ്ട്. മേ ആയി ഹൂँ, അതിൽ പെൺകുട്ടി പറയുകയാണെങ്കിൽ, സ്ത്രീകൾ പറയുകയാണെങ്കിൽ മേ ആയി ഹൂँ, ആയി ഹൂँ. അത് മേ ആത്താ ഹൂँ എന്നുള്ളതിൻ്റെ ആ ഹൂ എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പം മേ ആയാ ഹൂँ, മേ ആയി ഹൂँ. അത് ഹം ആണെങ്കിൽ ഹം ആയേ ഹേ, ഹം ആയേ ഹേ, ഹം ആയി ഹേ. അത് ഞങ്ങൾ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ തൂ, തൂ ആയാ ഹേ, ആയാ ഹേ, തൂ ആയാ ഹേ, നീ വന്നിട്ടുണ്ട്. തൂ ആയി ഹേ, നീ വന്നിട്ടുണ്ട്. തും ആയേ ഹോ,
അവിടെ ഹോ വരുന്നു. തും ആയേ ഹോ, നിങ്ങൾ വന്നിട്ടുണ്ട്. അത് സ്ത്രീകളോട് പറയുകയാണ് തും ആയി ഹോ, നിങ്ങൾ വന്നിട്ടുണ്ട്. ആപ്പ് ആപ്പ് ആയേ ഹേ, അവിടെ ഹേ എഴുതിയിട്ട് കുത്തുണ്ട് ബഹുവചനത്തിൽ. ആയേ ഹേ, ആപ്പ് ആയി ഹേ, താങ്കൾ വന്നിട്ടുണ്ട്. വഹാണെങ്കിൽ വോ 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 ആയാ ഹേ, വോ ആയി ഹേ, വോ വഹ് അല്ല വോ, വോ ആയാ ഹേ, വോ ആയി ഹേ. അതിൻ്റെ ബഹുവചനം വരുമ്പോൾ വേ ആയേ ഹേ, വേ ആയി ഹേ. അവർ, അവർ എന്ന് പറയുന്നതിൻ്റെ ബഹുവചനമാണ് അവിടെ വേ. അത് സ്ത്രീലിംഗത്തിലാണെങ്കിൽ അവർ, വേ ആയി ഹേ, ആയി ഹേ. അപ്പോൾ യ ആയാ ഹേ, യ ആയാ ഹേ, ഇവൻ വന്നിട്ടുണ്ട്. യ ആയി ഹേ, ഇവൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഹേ. അതിൻ്റെ ബഹുവചനം വരുമ്പോൾ യേ ആയേ ഹേ, യേ ആയി ഹേ. അപ്പോൾ ഇവർ, അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റി പറയുകയാണ് ഇവർ, അല്ലെങ്കിൽ ഇദ്ദേഹം. പുല്ലിംഗാണെങ്കിൽ ഇദ്ദേഹം, സ്ത്രീലിംഗാണെങ്കിൽ ഇവർ. നമ്മൾ സ്ത്രീകളെ ഇവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളാണെങ്കിൽ ബഹുമാനായിട്ട് പറയുമ്പോൾ ഇവർ എന്നാണ്. നമ്മൾ ഇവൾ എന്ന് പറയുന്നതിൻ്റെ ബഹുവചനമായിട്ട് പറയുമ്പോൾ ഒരാളാണെങ്കിലും ഒന്നിലധികം ആളാണെങ്കിലും നമ്മൾ ഇവർ എന്നാണ് പറയാം. പക്ഷേ പുരുഷന്മാരാണെങ്കിൽ ഇദ്ദേഹം എന്ന് പറയും, ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എന്ന് പറയും. ആ രീതിയിലാണ് ഇത്. അപ്പോൾ ആദ്യത്തേത് ആയ, രണ്ടാമത്തത് ആയാ ഹെ എന്നാണ്. അത് മേയാകുമ്പോൾ ഹും, തുമ്മാകുമ്പോൾ ഹെ, മറ്റുള്ള ഏകവചനാകുമ്പോൾ ഹെ, ബഹുവചനം വരുമ്പോൾ ഹെ എന്നുള്ളതാണ്. അപ്പോൾ വന്നു ആദ്യത്തത്, രണ്ടാമത്തെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പറയുന്നത്. വന്നിട്ടുണ്ടായിരുന്നു. മേ ആയാ ഥാ ആണ്, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. മേ ആയാ ഥാ പുരുഷൻ പറയുകയാണെങ്കിൽ. അത് സ്ത്രീ പറയുകയാണെങ്കിൽ മേ ആയി ഥി, മേ ആയി ഥി, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹം ആണെങ്കിൽ ഹം ആയേ ഥേ, ഹം ആയേ ഥേ. സ്ത്രീലിംഗാണെങ്കിൽ ഹം ആയി ഥി, ആയി ഥി, ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തു ആയാ ഥാ, നീ വന്നിട്ടുണ്ടായിരുന്നു. തു ആയി ഥി, അവിടെയൊക്കെ ഥാ ഥേ ഥി എന്നാ വരുന്നത്. തു ആയി ഥി. തും ആയേ ഥേ, തും അത് ഒരാളാണെങ്കിലും ബഹുമാനായിട്ട് നമ്മൾ തും പറയുന്നു. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ, നമ്മൾ കുറേ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ തും ആയെന്ന് തന്നെയാണ് പറയാം. നിങ്ങൾ കുട്ടികൾ എന്നുള്ളതിനവിടെ തുമ്മാണ്. അത് ഒരാളാണെങ്കിൽ നമ്മൾ സമപ്രായക്കാരാണെങ്കിൽ നമ്മൾ തും തന്നെ ഉച്ചരിക്കുന്നത്. അവിടെ ഒരാളാണെങ്കിലും തുമ്മാണ് പറയുന്നത്. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ സമപ്രായക്കാരാകുമ്പോൾ നിങ്ങൾ എന്ന് പറയും. അപ്പോൾ അവിടെയൊക്കെ തും തന്നെ ഉപയോഗിക്കാം. അപ്പോൾ തും ആയേ ഥേ, തും ആയി ഥി. അടുത്തതിൽ കിടക്കുമ്പോൾ താങ്കൾ, ആപ്പ് ആയേ ഥേ, ആപ്പ് ആയി ഥി, താങ്കൾ വന്നിട്ടുണ്ടായിരുന്നു. താങ്കൾ ആപ്പ്. മറ്റത് ആപ്പ് പുല്ലിംഗപദം, സ്ത്രീലിംഗപദം. അത് ഒരാളാണെങ്കിലും നമ്മൾ ബഹുമാനപരമായിട്ട് പറയുമ്പോൾ വേ എന്ന് പറയുമ്പോൾ അവിടെ ആയേ ഥേ. അത് ഒരാളാണെങ്കിലും ഒന്നിലധികം ആളാണെങ്കിലും അവിടെ ഥേ എന്നേ പറയുള്ളൂ. കാരണം ബഹുമാന സൂചകമായിട്ട് പറയുകയാണ് അദ്ദേഹം, അവർ. അപ്പോൾ അവിടെ ബഹുവചനത്തിലാണ് പറയുക. അപ്പോൾ വേ ആയേ ഥേ, വേ ആയി ഥി, അവർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വോ ആണ്, വോ ആയാ ഥാ, അവൻ വന്നിട്ടുണ്ടായിരുന്നു. വോ ആയാ ഥാ, വോ ആയി ഥി, വോ അവൾ വന്നിട്ടുണ്ടായിരുന്നു. വേ ആയേ ഥേ, യേ ആയേ ഥേ, ഇവർ. യേ ആയേ ഥേ, യേ ആയി ഥി. അങ്ങനെയാണ് ഥാ ഥേ തി എന്നുള്ള ക്രമത്തിലാണ് ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്കളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. താങ്കൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ തുടർച്ചയായി അടുത്ത ക്ലാസ് ഉടൻ തന്നെ ഇതിനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. താങ്കൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.